ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ടിസ്റ്റ് ആണ്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. 998 1 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഒരു 16-17 കിലോമീറ്റർ 3 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 290 വരെ ഫൈനൽ കൊടുക്കാം. ഇത് ഏകദേശം ഫുൾ ഓൺ കിട്ടുന്ന വാഹനമാണ്. ഫുൾ ഓൺ. റെനീസ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള പയ്യനങ്ങാടി ഡ്രീം യൂസർ കാർസിലാണുള്ളത്. ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെയാ സുഖല്ലേ, റാത്തല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വണ്ടി നാനോ. ഇതെങ്ങനെ മോഡൽ വരുന്നേ? നാനോ 2016 മോഡല്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോസ്റ്ററിംഗ് ഉള്ള മോഡലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ചെറിയ ഡാമേജസ്, ബമ്പർ സ്ക്രാച്ചസ് അല്ലാതെ വേറെ ഡാമേജസ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ടാവും, വേറെ ഒന്നും ചെയ്യാൻ. ചെയ്ത് കൊടുക്കോ? ഓക്കെ, നമ്മൾ ചെയ്തിട്ട് പക്ക ക്ലിയർ ആക്കി കസ്റ്റമർക്ക് കൊടുക്കും. വേറെ റീപ്ലേസ്മെന്റ് ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ടയറും കാര്യങ്ങളും ഒരു ആവറേജ് ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വരും. AC പവർ സ്റ്റാറിംഗ് ഡിക്കി ഓപ്പണിംഗ് ടിസ്റ്റ് മോഡൽ. നമ്മൾ ഫൈനലൊക്കെ എത്ര കൊടുക്കാറ്? ഫൈനൽ നമുക്ക് 85 രൂപ കൊടുക്കാം. ചെറിയ ടച്ചപ്പും പോളിഷിങ്ങും എല്ലാം കഴിച്ച് വൃത്തിയാക്കിയിട്ട് പക്കയാക്കിയിട്ട് കൊടുക്കാം. 85,000 രൂപ കൊടുക്കാം. ലോൺ എന്തെങ്കിലും കയറോ? ലോൺ കയറില്ല. ലോൺ കയറുന്നതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ പിന്നെ ഫിനാൻസ് ആവുണ്ടാവും. നമ്മളത് പ്രൊവൈഡ് ചെയ്യാറില്ല. പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ ഫൈനലൊക്കെ 85 രൂപ. അടുത്തൊരു ടാറ്റ നാനോ, വീണ്ടും നാനോ റെഡ് കളർ. നാനോ 2015 മോഡൽ, 16 രജിസ്ട്രേഷന്, 46,000 മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് ആണ്. ഇത് ടിസ്റ്റ് ആണ്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, AC ഡിക്കി ഓപ്പണിംഗ്. ഈ മോഡലാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല പെർഫോമൻസോട് കൂടിയിട്ടുള്ളതാണ്. 4 ടയർ ഓക്കെയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററികളൊന്നും ഗ്യാരണ്ടി കൊടുക്കാം. പക്ക വണ്ടി. ടയറും കാര്യങ്ങളും ഒരു ആവറേജിന്റെ മുകളിൽ ടയറും കാര്യങ്ങളും നല്ല ടയർ തന്നെ, കട്ട ടയറാണ്. പിന്നെ ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഫൈനൽ നമുക്ക് ഒരു 1.65 കൊടുക്കാം. 1.75 നമ്മൾ ആവശ്യപ്പെടുന്നത്. 1.65 ഫൈനൽ കൊടുക്കാം. കസ്റ്റമർ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കും. 1.65 ഫൈനൽ എന്നുള്ള രൂപത്തിൽ ഇൻഷുറൻസ് ഇപ്പൊ തെറ്റിക്കിടക്കണം. പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് കൊടുക്കാം. പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 1,65,000 ഫൈനലായിട്ട് കൊടുക്കും. അടുത്തൊരു ജെന്നസ്റ്റിലോ, മാരുതി ജെന്നസ്റ്റിലോ, ഇതേ മോഡൽ തന്നെ. ഇത് കെ സീരീസ് ആണ്. 998 cc, 2010 മോഡൽ LXI വേരിയന്റ് ആണ്. ഇത് AC 2 ഡോർ പവർ വിൻഡോ വരും. AC 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ഇത്രയും സംഗതികൾ വരും. ഇത് 2025 12 മാസം ടെസ്റ്റ് വരും. ഈ കൊല്ലം ലാസ്റ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ആവറേജ് വണ്ടിയാണ്. നമുക്ക് ഈ രൂപത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ 1,10,000 രൂപ കൊടുക്കാം. 1,10,000 രൂപ കൊടുക്കാം. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടെസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ പക്കയാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1,40,000 രൂപ കൊടുക്കും. അതിലെ ടാക്സും റിന്യൂവലും എല്ലാം ചെയ്ത് പക്കയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 1,40,000. ടയറും കാര്യങ്ങളും ഒരു ആവറേജ് ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ ഒരു ആവറേജ് വണ്ടി. ഇന്റീരിയർക്ക് വരുമ്പോൾ ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല. കമ്പനി സീറ്റ് കവറും കാര്യങ്ങളാണ്. 2 ഡോർ പവർ വിൻഡോ AC വരും. അടുത്ത നിസാന്റെ ടെറാനോ. ഇതെങ്ങനെ മോഡൽ തന്നെ? ഇത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ കമ്പനി ഹിസ്റ്ററി ഉള്ള പക്ക ഹിസ്റ്ററി ഡീസൽ വേരിയന്റ് ആണ്. 1,20,000 കിലോമീറ്റർ. ജെന്യൂൻ 1,10,000 വരെ കമ്പനി ഹിസ്റ്ററി. എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റ്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. കമ്പനി അലോയും കാര്യങ്ങളും വരുന്നുണ്ട്. ടയർ കാര്യങ്ങളും ആവറേജിന്റെ മുകളിൽ ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യം ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളും. നമുക്ക് ഈ ടെറാനോ ഫൈനലൊക്കെ എത്ര കൊടുക്കാം? നമുക്ക് 4,75,000 രൂപ കൊടുക്കാം. 4,75,000. അതിലെന്തേ കുറച്ച് കൊടുക്കോ? ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും കസ്റ്റമർ ചെറുതായിട്ട്. എത്ര ഫിനാൻസ് ഏകദേശം? ഇത് ഫിനാൻസ് 4,500 രൂപ വരെ ഫിനാൻസ്. 4,500. ഒരു 10-25 റുപ്യക്ക്
25 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 30 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നല്ല കസ്റ്റമർ, നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ് വണ്ടി ഇറക്കാം. പുതിയ മോഡല് വാഗ്നർ അല്ലേ? ഇത് എങ്ങനെ വരുന്നത്? ഇത് ബിഗ് വാഗണർ ആണ്. ഇത് 2019 മോഡല് 1.2 എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിന് വരുന്ന വണ്ടിയാണ് ഇത് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ചെറിയ പെയിന്റ് ടച്ചപ്പുകൾ ഉണ്ട്, പിന്നെ അലോയ്സും ഒക്കെ എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VXI വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000. അത് ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അലോയും കാര്യങ്ങളും ഒരു ആവറേജിന്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമുക്ക് 4.5 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഒരു 4.45 ആ റേഞ്ചിൽ കൊടുക്കാം. നല്ല എത്ര ഫിനാൻസ് വരും? ഫിനാൻസ് ഒരു 4 ലക്ഷത്തിന് മുകളിൽ ഫിനാൻസ് കയറും. ഒരു 10-40 ഉറുപ്പ ഉണ്ടെങ്കിൽ ഈ വണ്ടി നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് 10-40 കൊടുക്കാം. അടുത്ത വീണ്ടും ഒരു വാഗ്നർ. ഇത് 2022 1 ലിറ്റർ ആണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്. VXI ആണ്. LCD, റിവേഴ്സ് ക്യാമറ എല്ലാം എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 22,000 കിലോമീറ്റർ ഓടിയ, ആകെ 22,000 കിലോമീറ്റർ. ജെന്യൂൻ ഹിസ്റ്ററി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതിന് ഡിക്കി, ബാക്ക് ബമ്പർ റീപ്ലേസ്മെന്റ് അല്ലേ? ആ നമുക്ക് കസ്റ്റമർക്ക് വരുമ്പോ പറഞ്ഞിട്ട് കൊടുക്കാം. പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും വേറെ റീപ്ലേസ്മെന്റ് തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഗ്യാരണ്ടി ഹിസ്റ്ററികളൊക്കെ നല്ല ഹിസ്റ്ററിയാണ്. ഓക്കെ. ടയറും കാര്യങ്ങളും ആവറേജ് ടയർ, മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC ഒക്കെ വരും. നമുക്ക് ഫൈനൽ എത്ര രൂപയുണ്ട്? ഇത് നമ്മൾ 5,400 ഇവിടെ ചോദിക്കുന്നത്. ഫൈനൽ ഇപ്പോൾ ഒരു നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 5-15 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ഫിനാൻസ് വരും? ഫിനാൻസ് ഇതിലൊരു 4.80 5 രൂപ വരെ ഫിനാൻസ് കയറും. 4.80 നല്ല ട്രാക്കുള്ള കസ്റ്റമർ 5 വരെ ഫിനാൻസ് കയറും. അടുത്തൊരു മാരുതിന്റെ റിറ്റ്സ്. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ ഡീസലാണ്. 2012 മോഡൽ റിറ്റ്സ് ഡീസലാണ്. 1,50,000 കിലോമീറ്റർ ഓടി. 1,50,000 കിലോമീറ്റർ ഓടി. എഞ്ചിന് പക്ക വർക്കപ്പ് ചെയ്തു. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഉണ്ട്, പക്ഷെ എഞ്ചിന് പക്ക വർക്കപ്പ് കഴിഞ്ഞതാണ്. എഞ്ചിൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് വണ്ടി കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടിയോട് നമുക്ക് കൊടുക്കാം. എഞ്ചിന് ഗ്യാരണ്ടിയോട് കൊടുക്കാം. റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് നമുക്ക് ഗ്യാരണ്ടി. എത്രാമത്തെ ഓണർ പറഞ്ഞേ? ഇത് ഓണർ സെക്കൻഡ് ഓണർഷിപ്പില്ല. ടയറും കാര്യങ്ങളും ഒരു ആവറേജിന്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. നമുക്ക് ഫൈനലൊക്കെ എത്ര രൂപ? ഇത് 2.65 നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരു 55-60 വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് എത്ര ഫിനാൻസ് ഏകദേശം? ഫിനാൻസ് ഇതില് 2012 ആയതുകൊണ്ട് ഇതിന് കമ്പനി ഫിനാൻസുകളെല്ലാം 1 വർഷം കിട്ടുള്ളൂ. പിന്നെ ശ്രീറാം പോലത്തെ ഫിനാൻസുകളാണ് പിന്നെ കിട്ടാൻ സാധ്യത ഉള്ളത്. അത് 1.80 വരെ നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സിന് 1.80. അടുത്തൊരു വോക്സ് വാഗന്റെ ആമിയോ. ഇതെങ്ങനെ മോഡൽ വരുന്നത്? ആമിയോ 2018 മോഡലാണ്. ഡോക്ടറോണ്ട് വെഹിക്കിൾ ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 97,000 കിലോമീറ്റർ പക്ക സർവീസ് ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ 998 1 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഒരു 16-17 കിലോമീറ്റർ മൈലേജ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ഗ്യാരണ്ടി കൊടുക്കാം. കമ്പനി ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് ഇല്ല. എല്ലാ സർവീസും കമ്പനി. സിംഗിൾ ഓണർ. ഡോക്ടറോണ്ടാണ് വെഹിക്കിൾ. അലോയും കാര്യങ്ങളൊക്കെ കമ്പനി അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ഇതുണ്ട്. ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട്. 4 ഡോർ പവറിന്റെ AC പവർ. ഈ അമ്മയെ നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? നമ്മള് 3.20 ചോദിക്കുന്നത്. ഫൈനല് നമുക്കൊരു 3.5 3.10 വരെ കൊടുക്കാൻ കഴിയും. എത്ര ഫിനാൻസ് വരെ ഉദ്ദേശം? ഫിനാൻസ് ഇതില് 2.80 വരെയൊക്കെ ഫിനാൻസ്. 2.80 ട്രാക്കിലെ ജെന്നസിലോ 2011 ആണ്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ അടുത്ത കൊല്ലം അടുത്ത 2026 നവംബറിൽ റിന്യൂവൽ വരും. റിന്യൂവൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിൽ കൊടുക്കാം. അതല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് റിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ. ആകെ 70,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററിയിലാണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. ബാക്കിയെല്ലാം പക്ക. മേജർ തട്ടുമുട്ടും മേജർ ആക്സിഡന്റുകൾ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയില്ല. റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, പിന്നെ LCD എല്ലാ ഫിറ്റിംഗ്സ് എക്സ്ട്രാ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും. നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്കൊരു 1.80 കൊടുക്കാം. 1.80. അത് ഫൈനൽ കോസ്റ്റ് ആണ്. നല്ല ക്വാളിറ്റി. അടുത്തൊരു മാരുതിന്റെ കേട്ടൺ.
മോഡല് ഇത് 2016 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 62,000 കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ജെന്യൂൻ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. പിന്നെ വേറെ അപകടം കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരും. ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാൻ വേണ്ടി? നമുക്കൊരു 350 ഫൈനൽ കൊടുക്കാം. 350 അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കുമോ? ചെറിയ നെഗോഷിയേഷൻ ഒക്കെ ആവാം. ഓക്കെ. നമുക്ക് ഇതിൽ എത്ര ഫിനാൻസ് ഏകദേശം? ഇത് ഫിനാൻസ് ഒരു 310 3 രൂപ എന്തായാലും കയറും. 3 രൂപ. ഒരു 10-50 ഉറുപ്പ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് കസ്റ്റമർക്ക് ആണെങ്കിൽ വണ്ടി എടുക്കാം. അടുത്ത് വീണ്ടും ഒരു കേട്ടണ്. ഇതെങ്ങനെ മോഡൽ? ഇത് 2018 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ ഇതാണ്. ജെന്യൂൻ സർവീസ് ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എത്രാമത്തെ ഓണർ ആയിട്ട്? ഇത് ഫസ്റ്റ് ഓണർ അല്ലേ? ടയറും കാര്യങ്ങളും ഒരു ആവറേജിന്റെ മുകളിൽ എബൌട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ. നമുക്ക് ഇത് ഫൈനലൊക്കെ എത്ര കൊടുക്കാം? ഇത് 3 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 290 വരെ ഫൈനൽ കൊടുക്കാം. ഇത് ഏകദേശം ഫുൾ ഓൺ കിട്ടുന്ന വാഹനമാണ്. ഫുൾ ഓൺ വണ്ടി. ഫുൾ ഓൺ വണ്ടിയാണ്. നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 290 വരെ ഫിനാൻസ്. ലൊക്കേഷന് തിരൂർ മലപ്പുറം റോട്ടിൽ പയ്യനങ്ങാടി TVS ഷോറൂമിന് നിയർ ബൈ ആണ് വരുന്നത്. ഡ്രീം കാർസ്. പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ താന്നാളൂർ വഴി, വട്ടത്താണി താന്നാളൂർ വഴി പിന്നെ ഇങ്ങോട്ട് എത്താനുള്ള റോഡുണ്ട്. പയ്യനങ്ങാടി വന്ന് കയറും. പയ്യനങ്ങാടി നിന്ന് മലപ്പുറം റോട്ടിനാണ് വരുന്നത്. തിരൂര് പിന്നെ ചെമ്പ്രവട്ടം പിന്നെ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മലപ്പുറം റോട്ടിന് പയ്യനങ്ങാടി ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. പയ്യനങ്ങാടി. പിന്നെ നമ്മളിപ്പോ കസ്റ്റമറെ വാട്സപ്പിൽ ഇപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടാണെങ്കിൽ കാറ്റലോഗ് അയച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് കംപ്ലീറ്റ് പിന്നെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും RC-യും പിന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുള്ള വണ്ടികൾ മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. അതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള എന്തൊക്കെയോ ഹിസ്റ്ററീസ് മുഴുവൻ അയച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.